നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ തികഞ്ഞ ആവേശത്തിലാണ്. 2 മണ്ഡലങ്ങളിൽ ജയിച്ച രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധിയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചത്. പ്രിയങ്ക 2ാം ഇന്ദിരാഗാന്ധിയാകുമോ? പാർലമെന്റിൽ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? ഇതൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു. പൊതുവേദിയും ആ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രിയങ്ക വയനാട്ടിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ ഡേവിഡ് വിജയ് എന്ന ഒരു പ്രേക്ഷകനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, ഈ ഇന്ദിരാഗാന്ധിയുടെ ഒരു രൂപസാദൃശ്യമൊക്കെ പ്രിയങ്ക ഗാന്ധിക്കുണ്ട് എന്നത് പഴയ തലമുറയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് അവർക്ക് പ്രിയങ്ക ഗാന്ധി ഇഷ്ടവുമാണ്. ഒരു 2ാം ഇന്ദിരാഗാന്ധിയായി പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ തിളങ്ങും എന്ന് കരുതാനുള്ള സമയമായോ? ആരെവിടെ തോന്നുന്നുള്ളതല്ല, വയനാടിന്റെ ബേസിക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ശരിക്കും അറിയുന്ന ഒരു കാൻഡിഡേറ്റ് അവിടെ നിന്ന് വേണം. 5 കൊല്ലം ഇവൻ വേസ്റ്റ് ആക്കി അവിടെ കൊണ്ടുപോയിട്ട്, ഇവളുടെ ബ്രദർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വരുന്നത് ഇവർക്ക് അതിന് വല്ലതുകൊണ്ടോ? പിന്നെ അവിടെ ജസ്റ്റ് ജയിച്ചു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിലേക്ക് പോകും. ഇത് ഞാൻ ആരോടുമുള്ള ഒരു രാഷ്ട്രീയം വെച്ചിട്ട് പറയുന്നതല്ല. ഇത് നമ്മളുടെ സംസ്ഥാനം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയുള്ളതാണല്ലോ. ഇപ്പൊ അതേസമയം ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന മറ്റുള്ള എംപിമാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസുകാർക്ക് കൂടെ മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ കെ മുസ്ലിം മുല്ലപ്പള്ളിയൊക്കെ പോലെ. അവരെന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ വയനാട്ടിലേക്ക് ഇപ്പോൾ സമാന്തര പാത എന്നാണ് താമരശ്ശേരി ചുരം. ഞാൻ വയനാട്ടിലേക്ക് വളരെ ബന്ധമുള്ള ആളാണ്. താമരശ്ശേരി ചുരം മാറ്റം, അവിടെ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ശല്യം, അതേപോലെ നഞ്ചൻകൂട് റെയിൽപാത എന്നും പറഞ്ഞുകൊണ്ട് സംഘടിച്ച ഒരു സമരസമിതി ഓഫീസും എന്താണ് ഒരു കർമ്മ പദ്ധതിയൊക്കെ കൂടി ബത്തേരിയിൽ എപ്പോഴും ഒരു ബൂത്ത് കാണാം. അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ടിരിക്കില്ല. ഇന്നുവരെയ്ക്ക് എവിടെ എത്തിയിട്ടില്ല നഞ്ചൻകൂട് കൂടല്ലൂർ പാത. ഇതിനൊക്കെ കൂടി ഇത് മതിയോ? എനിക്ക് ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങളെ പറ്റി 2 വാക്ക് പറഞ്ഞാലേ നിൽക്കുള്ളൂ. അദ്ദേഹം എന്താണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്? അദ്ദേഹം ഒരു ആധ്യാത്മിക നേതാവല്ലേ? കുഞ്ഞാലിക്കുട്ടി പറയുന്ന കൂട്ടല്ല. പ്രിയങ്ക വന്നാൽ അങ്ങനെ എങ്ങനെയാണ്? അദ്ദേഹം അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിന്റെ ഗുണദോഷവശങ്ങൾ നോക്കിയിട്ടല്ലേ പറയാൻ പറഞ്ഞത്. ഇവരുടെ കൊടി വരെ താഴെ വയ്ക്കിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യം? എന്നിട്ടും പിന്നെ ജയിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിനൊന്നും പറയാനില്ല വാസ്തവം പറഞ്ഞാൽ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി. സൂഫി വെള്ളമുണ്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീ സൂഫിക്ക് വയനാട്ടിലെ സാഹചര്യമൊക്കെ നല്ലവണ്ണം അറിയുന്ന ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായും ആയിരിക്കും. ശ്രീ സൂഫി എങ്ങനെ കാണുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വരവ്? വയനാടിന് എന്ത് പ്രതീക്ഷിക്കാം? ഇന്ത്യൻ രാഷ്ട്രീയത്തിന് എന്ത് പ്രതീക്ഷിക്കാം? വയനാട്ടില് രാഹുൽ ഗാന്ധി മത്സരിച്ച് എംപിയായി 2 പ്രാവശ്യം. വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല. കാരണം നഞ്ചൻകോട് പ്രശ്നം മാത്രമല്ല, നമ്മളെ മൈസൂര് ഗതാഗത യോഗമൊക്കെ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ പ്രിയങ്ക ഗാന്ധി വന്നതുകൊണ്ടൊന്നും വയനാട്ടിലെ പ്രശ്നം പരിഹരിക്കുന്നൊന്നും എന്റെ അഭിപ്രായമില്ല. പിന്നെ അതേപോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ കഴിഞ്ഞ ഇലക്ഷന്റെ തന്നെ വാഹനത്തിന്റെ പൈസ കൊടുത്തില്ല. ഇലക്ഷന്റെ ചെലവ് അല്ലേ? അതല്ലേ അതിന്റെ ഇത് പറഞ്ഞു തന്നത്? വാഹനത്തിന്റെ ഇതിന്റെ ചെലവുണ്ടല്ലോ, വണ്ടി സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന്റെ, അതുപോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടാണ് വയനാട്ടിലെ MP രാജിവെച്ചിട്ട് 2ാമത് തെരഞ്ഞെടുപ്പാണ് ചെലവ് ജനങ്ങളുടെ മേലുള്ള ഇത് അടിച്ചേൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം രാജിവെക്കുക, പിന്നെ വീണ്ടും വേറെ ആൾ മത്സരിപ്പിക്കുക, ആ പരിപാടി ഇലക്ഷൻ കമ്മീഷൻ നിരോധിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് താങ്ങാനാകാത്ത ഒരു ഭാരമായി തീരുമെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അബ്ദുറഹ്മാൻ എന്നൊരു പ്രേക്ഷകൻ ദുബൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അബ്ദുറഹ്മാനുമായി സംസാരിച്ചിട്ട് കുറേ ദിവസമായി. ശ്രീ അബ്ദുറഹ്മാൻ്റെ പെരുന്നാൾ ആശംസകളൊക്കെ കിട്ടി. വൈകിയെങ്കിലും ഞാനും ആശംസകൾ അങ്ങോട്ടേക്ക് അറിയിക്കുകയാണ്. ഏതായാലും ശ്രീ അബ്ദുറഹ്മാന് എന്തു തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അബ്ദുറഹ്മാൻ നോക്കിക്കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. അല്ല, നമ്മുടെ ഇന്ത്യയിൽ ഒരു 2 പ്രധാനമന്ത്രിമാർ ഒരേ സമയത്ത് ഇന്ത്യ ഭരിക്കുന്നതിൽ ന്യൂസ് 18 വല്ല പ്രശ്നമുണ്ടോ? ഹലോ, ആദ്യമായിട്ട് ഒരു 2 പ്രധാനമന്ത്രിമാരുണ്ടാവുന്നത് നല്ലതല്ലേ? കാരണം ഒന്ന് തെക്കുന്നും ഒന്ന് വടക്കുന്നും ആയിക്കോട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വ ആ ഭരണം നടക്കുമല്ലോ.
സാറ് ഇതൊന്നല്ല ഇവരുടെ കളി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയെ എന്തിനാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. കാരണം കോൺഗ്രസിലുള്ളവർ പറയുന്നു എനിക്ക് വേണം എനിക്ക് വേണം, ലീഗ് പറയുന്നു എനിക്ക് വേണം വയനാട് എന്ന്. അപ്പൊ ഇവർ തമ്മിൽ തല്ലിയിട്ട് ഈ കോൺഗ്രസ് ഉള്ളതും കേരളത്തിൽ നിന്ന് ഇല്ലാതാവും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ആവശ്യമില്ലാത്ത ഈ സാധനത്തിനെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് മത്സരിപ്പിക്കുന്നത്. പിന്നെ ഇവർ ഈ മത്സരം ഇതെല്ലാം നടത്തുന്ന ഇപ്പം മറ്റേ NDA വീഴും എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ സാറിന് അറിയോ, ശരിക്കും സാറിനും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മോദിജിയും അമിത് ഷാജിയും കൂടി അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് കോൺഗ്രസിലുള്ള അവിടെ അവരുടെ NDA ഭരണം വീണതാണെങ്കിൽ കോൺഗ്രസിലുള്ള ഏറ്റവും ചുരുങ്ങിയ 50 MP അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി മറ്റുള്ളവർ പിൻവലിച്ചു കഴിഞ്ഞാലും കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി NDA ഭരണത്തിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, ഞാൻ പണ്ടേ പറയാറുണ്ട്, കോൺഗ്രസ്സുകാർക്കുള്ള ബുദ്ധി എന്ന് പറയുന്നത് കാൽപാദത്തിന് അടിയിലാണ്. കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിയില്ല, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഇപ്പം വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ വരും. പക്ഷെ വീഴുന്നത് ശരി തന്നെയാണ്. ആ വീണത്തിന് ഇവരുള്ള MP തന്നെ ആയിരിക്കും അപ്പുറം പോയി ഇരുന്നിട്ട് ഭരിക്കുക. ഹലോ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഉമേഷ് പാലയിൽ നിന്ന് ചേരുന്നു. ശ്രീ ഉമേഷ് എങ്ങനെ കാണുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വരവ്? അത് ഈ സീറ്റ് തർക്കം പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണോ, അതോ പ്രിയങ്ക ഗാന്ധിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ്? സാറേ, പ്രിയങ്ക ഗാന്ധി നല്ല വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. പക്ഷെ വയനാട്ടിൽ യാതൊരു ഗുണം ഉണ്ടാകുകയില്ലെന്നുള്ളത് സത്യമാണ്. പിന്നെ സീറ്റ് തർക്കം ഒരിക്കലും പരിഹരിക്കണം. സീറ്റ് തർക്കം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ആശിച്ച് മോഹിച്ചിരുന്ന നമ്മുടെ വില്ലാളി വീരനായ മുരളീധരൻ കയ്യിലിരുന്ന സീറ്റും പോയി, വന്ന് നിന്നോടത്തും തോറ്റുപോയി, ഇവിടെ ചെറിയ പ്രതീക്ഷ വെച്ച് പുലർത്തി, അതും പോയി. ആ പാവമാണ് ഇപ്പം ഒന്നുമല്ലാതെ വഴിയാധാരമായി ആയിരിക്കുന്നത്. ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വയനാട് കിട്ടുമെന്ന്, അതും പോയി കിട്ടി. ഇനി അദ്ദേഹത്തിന്റെ കാര്യം കട്ടപ്പോയാൽ പക്ഷെ അദ്ദേഹത്തിന് ഇനി വട്ടിയൂർക്കാവ് കൊടുക്കില്ലേ കോൺഗ്രസ്? വലിയ ത്യാഗം ചെയ്ത നെറ്റിപ്പട്ടം കെട്ടി മുന്നിൽ നിന്നാലേ കോൺഗ്രസ് പൂർത്തിയാകൂ എന്ന് പറയുന്ന കെ മുരളീധരനെ അങ്ങനെ കൈയഴിയുമോ? വട്ടിയൂർക്കാവ് കൊടുക്കും. പക്ഷെ പുള്ളിക്ക് കൊടുത്ത പുള്ളിയെ തന്നെ അവർ തന്നെ തോപ്പിക്കുകയും ചെയ്യും. പട്ടിക്കാറ് പോയത് പുള്ളിയൊന്നും പൊക്കോട്ട് വരികയല്ലേ, പൊക്കോട്ട് വരാൻ പറ്റിയല്ലാത്ത ആളാ. കാരണം പുള്ളിയൊക്കെ പൊക്കൊണ്ട് വന്നാൽ സതീശനും മറ്റേ APCC പ്രസിഡന്റിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പൊ ഈ തേനും പാലും ഒക്കെ ഒഴിപ്പിച്ച് ചുമ്മാ കാണിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളിയെ മനഃപൂർവ്വം ഇവിടെ കൊണ്ടിട്ട് തോപ്പിക്കാന്നുള്ളത് നമുക്ക് വസ്തുവായിട്ട് അറിയാം. ആ വടകര ഈസിയായിട്ട് പാട്ടും പാടി ജയിക്കേണ്ട പാർട്ടി ഇവിടെ കൊണ്ടുവന്ന് തോപ്പിച്ചു. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇപ്പൊ വയനാട് ഒരു പക്ഷേ തരും, വയനാട് മത്സരിക്കും, വയനാട് കൊടുത്ത് എങ്ങനെയെങ്കിലും സുത്തി വരുത്താന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായി? അതും പോയി. പാവത്തിന്റെ കാര്യം കട്ടപ്പോയായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ എവിടെ ഭരിച്ചാലും എങ്ങനെ ഭരിച്ചാലും മുമ്പ് പറഞ്ഞ പോലെ കയ്യിലുള്ള MP പോകാതെ എങ്ങനെയെങ്കിലും എല്ലാ റിസോർട്ടിലൊക്കെ കൊണ്ട് താമസിപ്പിച്ചാൽ മാത്രം കൊള്ളാം. അല്ലാതെ ഈ പറഞ്ഞ താഴെ പോകുമെന്ന് പറഞ്ഞ് മേലോട്ട് കണ്ണും തൊട്ടിരുന്നിട്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ വിളിക്കുന്നത് ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണന് എന്ത് തോന്നുന്നു? പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് ജയിക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിൽ എന്തു മാറ്റമുണ്ടാക്കും? ഇന്ത്യൻ രാഷ്ട്രീയത്തെ അത് എന്തെങ്കിലും തരത്തിൽ ഒരു ദിശാമാറ്റത്തിന് വഴിവെക്കുമോ? നമ്മുടെ സുഹൃത്തുക്കൾ നേരത്തെ സംസാരിച്ചവരെല്ലാം ഏതാണ്ട് സമാനമായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പറഞ്ഞത്. അത് ഏറെക്കുറെ എന്റെ വ്യക്തിപരമായി ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കേരളത്തിലെ ആഭ്യന്തര രാഷ്ട്രീയം, വയനാട്ടിൽ ഉണ്ടാകാവുന്ന കേരളത്തിലെ നേതാക്കളുടെ സീറ്റ് തർക്കം, മുരളിയെ ഒതുക്കാനുള്ള ഒരു തന്ത്രം, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാമെങ്കിലും ഒരു ദേശീയ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ് പറയാനുള്ളത്. ഇന്ന് ന്യൂസ് 18 കാണിച്ചോന്ന് അറിയില്ല, ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് ഞാനൊരു ക്ലിപ്പിംഗ് കണ്ടു. പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ വഡോദരയുടെയും വിവാഹ സമയത്തിന് ശേഷം പിന്നെ നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് കുംഭകോണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5 വർഷത്തിന് മുമ്പ് ആണ് അദ്ദേഹത്തിന്റെ മുഖം മീഡിയയിൽ നമ്മൾ കണ്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണെങ്കിലും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം പരിചയമല്ല. ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന ചാനലിൽ അദ്ദേഹത്തിന്റെ മുഖം കാട്ടി അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയാണ്. താങ്കൾ അറിഞ്ഞു കാണും എന്ന് കരുതുന്നു. ഞാനും വരും എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ക്ലിപ്പിംഗ് കണ്ടോ? താങ്കൾ അത് കണ്ടോന്നറിയില്ല. വരും എന്നുള്ള സൂചനകളൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും അത് പറഞ്ഞുകൂടല്ലോ. അദ്ദേഹം ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകാൻ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കക്ഷി അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പറയുകയാണ്, മറ്റുള്ളവർ പറയുന്നില്ല. അപ്പം എനിക്ക് പറയാനുള്ള വസ്തുത ഇതാണ്. കാലാകാലങ്ങളിൽ കോർപ്പറേറ്റുകളാണ്, എവിടെയാണോ പവർ പൊളിറ്റിക്സ്,
അവരെ കോർപ്പറേറ്റുകൾ സഹായിക്കും. മോഡിയുടെ പ്രഭാവം കുറഞ്ഞപ്പോൾ ഇന്ദിരാ കുടുംബം ഉയർന്നു വരേണ്ടത് ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ ആവശ്യമാണ്. നമ്മളാരും മറന്നുപോയില്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ കണ്ട വളരെ പ്രധാനപ്പെട്ട വലിയ അഴിമതികളിൽ ഒന്നാണ് റോബർട്ട് വധേരയുടെ റിയൽ എസ്റ്റേറ്റ് കുംഭകോണങ്ങളിൽ പെട്ടതൊക്കെ നമുക്കറിയാം. അപ്പൊ പ്രിയങ്കയെ മുന്നിൽ കൊണ്ടുവന്ന് വലിയ പക്വതയില്ലാത്ത രാഹുൽ ഗാന്ധിയിലൂടെ ഇന്ത്യയെ വീണ്ടും വിൽക്കുവാനായി റോബർട്ട് വധേരയിലൂടെ ഇവിടുത്തെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് കരാള ഹസ്തങ്ങൾ വരാൻ പോവുകയാണ്. ഒരു മൂന്നാം കക്ഷിയില്ല. BJP അല്ലെങ്കിൽ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവരും. ഇതിനെതിരെ, മുതലാളിത്തത്തിനെതിരെ ശബ്ദിക്കുവാൻ ഇവിടെ ഒരു മൂന്നാം ശക്തി ഉയർന്നു വരേണ്ടതുണ്ട്. അതിന് ഇടതുപക്ഷത്തിൽ ശുദ്ധീകരണം വേണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചു, ഇടതുപക്ഷത്തിൽ പ്രശ്നങ്ങളുണ്ട്. മുകളിലുള്ള നേതാക്കന്മാരും കമ്മിറ്റിക്കാരും വരെ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ടത്. അല്ല, പക്ഷേ അത് ഈ ശുദ്ധീകരണം കഴിഞ്ഞ വർഷവും നടത്തിയല്ലേ, എന്നിട്ടും ഇത്തവണയും വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ ഇടതുപക്ഷത്തെ അങ്ങനെ കണ്ട് ഗൗരവത്തോടെ വോട്ടർമാർ എടുക്കുന്നില്ലയോ എന്നൊരു സംശയം ഇപ്പോൾ വരികയാണ്. കാരണം കഴിഞ്ഞ തവണയും വലിയ തോതിൽ പരാജയപ്പെട്ടു. പക്ഷേ അതിനുശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലും അസംബ്ലിയിലും വലിയ വിജയം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ ഇത് തിരിച്ചു വരുന്നു. അപ്പോൾ അതൊരു ശുചീകരണം മാത്രമല്ല, വോട്ടർമാർ അങ്ങനെ ഗൗരവത്തോടെ എടുക്കുന്നില്ലയോ എന്ന സംശയം കൂടി വരികയാണ്. തീർച്ചയായും താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. ഇടതുപക്ഷം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ താല്പര്യം കൊടുക്കുന്നില്ല. ഇടതുപക്ഷം 15-ാം നൂറ്റാണ്ടിലെ പഴയ പ്രത്യയശാസ്ത്രം മാറ്റി കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ ചിന്താഗതികൾ മാറണം. വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പുതിയ തന്ത്രങ്ങൾ, പുതിയ തലമുറയെ കയ്യിലെടുക്കുവാനുള്ള തന്ത്രങ്ങൾ ഇടതുപക്ഷം ആവിഷ്കരിക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. തൽക്കാലം ഇടതുപക്ഷം, ഞാനും ഇടതുപക്ഷക്കാരനാണ്, തൽക്കാലം ഞങ്ങൾക്ക് പരാധീനത ഉണ്ടെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരനെയും രാജ്യത്തെയും കോർപ്പറേറ്റുകളിൽ നിന്നും രക്ഷിക്കുവാനായി ഇടതുപക്ഷ ശക്തികൾക്ക് മാത്രമേ കഴിയൂ. അതിനുവേണ്ടി ഒരു ശുദ്ധി കലശത്തോടുകൂടി ഇടതുപക്ഷത്തെ നമ്മുടെ നാട് അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ദിരാ കുടുംബവും കടക്കാണ്. റോബർട്ട് വധേര തല പൊക്കിക്കഴിഞ്ഞു. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ഏതായാലും കലശം നടത്തുകയാണെങ്കിൽ അത് വരട്ടെ എന്ന് ഞാനും പ്രത്യാശിക്കുകയാണ്. അങ്ങക്ക് എല്ലാവിധ ആശംസകളും. മറ്റൊരു പ്രേക്ഷകൻ അനിയൻകുട്ടൻ പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. അനിയൻകുട്ടൻ പത്തനംതിട്ടയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എഴുമറ്റൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അനിയൻകുട്ടന് എങ്ങനെ കാണാൻ കഴിയും ഈ രാഷ്ട്രീയ നീക്കത്തെ? കേരളത്തിൽ ഇത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രിയങ്കയുടെ വരവ് അവർക്കൊരു ശക്തി പകരും എന്നാണോ, അതോ അതിനപ്പുറത്തേക്ക് ഒരു രാഹുൽ പോകുമ്പോൾ മറ്റൊരാളെ വെക്കുന്നു എന്നതിലേക്ക് ചുരുങ്ങുകയാണോ? എങ്ങനെയാണ് അനിയൻകുട്ടൻ അതിനെ നോക്കിക്കാണുന്നത്? അതിനൊരു നല്ല ഒരു വരവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ അതൊക്കെ ഒരു നമുക്ക് ഇവര് ഇടതുപക്ഷക്കാരിങ്ങനെ പറയുന്നത് കോൺഗ്രസിനെ കുറ്റിയാണ് ഇവര് പറയുന്നത്. കോൺഗ്രസ് നേതാക്കളെയും അവരെയും എല്ലാം കുറ്റിയാണ് ഇവര് പറയുന്നത്. പക്ഷെ അവരിന്ന് ഇന്ത്യ നിലനിൽക്കുന്ന തന്നെ അവരുടെ കൂടെ നിന്നതല്ലേ അവർക്ക് ഇന്ന് നിലനിൽപ്പുള്ളൂ. ആ കക്ഷികളാണ് ഇപ്പം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ചേർന്നല്ലത്. രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചു സാറേ, 2 മണ്ഡലത്തിൽ മത്സരിച്ചു, ഒരെണ്ണം രാജിവെച്ചു. അതിന് പകരമായിട്ട് പ്രിയങ്കാ ഗാന്ധി വരുന്നു. അത് നല്ലൊരു കോർഡിനേഷൻ തന്നെയാണ് കാണുന്നത്. നല്ലൊരു കേരളത്തിൽ നല്ല പ്രയോജനമാണ്. അവൻ വലിയ അഴിമതിയോ അങ്ങനെ ഒന്നും ഉള്ള ഒരു കുടുംബമല്ല. എല്ലാവരും ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിനെ കരിവാരി തേക്കുവാണ് ഇടതുപക്ഷവും BJPക്കാരും എല്ലാം കൂടി. വ്യക്തമാണ് ഏതായാലും താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ദാസൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദാസൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ദാസൻ എങ്ങനെ നോക്കിക്കാണുന്നു? കണ്ണൂരിന് അടുത്ത് കിടക്കുന്ന ഒരു ജില്ല കൂടിയാണല്ലോ വയനാട്. അവിടേക്ക് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അത് മലബാറിൽ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടിയല്ലേ സ്വീകരിക്കുന്നത്? ഈ പ്രിയങ്ക ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ വേറെ കഴിവൊന്നുമില്ല. പിന്നെ കാണാൻ സൗന്ദര്യമുണ്ട്, ഇന്ദിരാഗാന്ധിയെക്കാട്ടും സുന്ദരിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാല് ഞാൻ പറയുന്നത് നമ്മളെ KC വേണുഗോപാല് ആലപ്പുഴയിൽ നിന്ന് സീറ്റ് രാജിവെക്കുക, എന്നിട്ട് റോബർട്ട് വധേരയിൽ കൂടി മത്സരിപ്പിക്കുക. പുള്ളിക്ക് രാജസ്ഥാനിലെ രാജ്യസഭ സീറ്റുകൾ ഇപ്പം ഇനിയും കാലാവധി ഉണ്ടല്ലോ. ഈ കോൺഗ്രസിന്റെ ഈ താൽക്കാലികമായിട്ട് കാണുന്ന ഈ കളിയേ ഉള്ളൂ. ഇവർ കുറച്ച് കഴിയുമ്പോൾ ഇവർ ആൾക്കാരൊക്കെ അടപടലം അങ്ങേപ്പുറത്തേക്ക് പോകും. ഈ അടുത്ത് തന്നെ നോക്കിക്കൊങ്ങള് മോദി കമ്പനി ഇവരെല്ലാം മൊത്തം മലവേശിലാണ്. ഇവരെ താൽക്കാലികമായിട്ട് കുറച്ച് നാൾ ഇങ്ങനെ ചിരിക്കുന്നല്ലാതെ ഈ കോൺഗ്രസിന്റെ കാര്യം ഇന്ത്യയിൽ 77 അടിയന്തരാവസ്ഥയുടെ പ്രേതം ഒരിക്കലും ഇവരെ വിടൂല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവജി എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവജി, ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും പ്രിയങ്ക ഗാന്ധി വോട്ടർമാരുമായി സംവദിക്കുക?
തെരഞ്ഞെടുപ്പിൽ ഒരു വിളിക്കുന്നത് കൂടാണിയിൽ നിന്നാണ് അല്ലേ? മറ്റൊരു എന്റെ അഭിപ്രായത്തിന് മറ്റൊരു ഇന്ദിരാഗാന്ധിന്റെ എല്ലാ അഭിമാനത്തോടെ ഇന്ത്യ ഭരിക്കാൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ട് തന്നെ പ്രിയങ്ക വരും. അതിൽ യാതൊരു സംശയമില്ല. ആ മുഖവും ആ വർത്തമാനവും എല്ലാം പ്രിയതമ ഇന്ദിരാജിയുടെ അതേ മുഖമാണ്. വയനാട്ടിൽ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. യെസ്, വ്യക്തമാണ്. അജയ് കുമാർ എന്നൊരു പ്രേക്ഷകൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ അജയ് കുമാർ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. പക്ഷേ കുറേ ദിവസമായി അജയ് കുമാറുമായി ഞാൻ സംസാരിച്ചിട്ട്. ഏതായാലും വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ശ്രീ അജയ് കുമാർ എങ്ങനെ വിലയിരുത്തുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വരവും കോൺഗ്രസിൻ്റെ പുതിയ നീക്കവും? താങ്ക് യു. അറ്റ്ലീസ്റ്റ് എന്നെ ഓർമ്മിച്ചതിൽ. ഇടയ്ക്ക് വിളിച്ചു, പക്ഷെ പലപ്പോഴും ഈ ലൈൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് സംസാരിക്കാൻ പറ്റാതെ വരുന്നത്. അത് ശരി. അപ്പൊ നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പൊ രാഹുൽ ഗാന്ധി MP ആയിരുന്നു നമ്മുടെ വയനാട്ടിൽ നിന്നും. നമുക്ക് News 18 ഇംഗ്ലീഷ് ചാനലിൽ വന്നത് ഞാനൊരു റെക്കോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസിനെ പറ്റിയാണ്. ഹാജർ നില 51 അദ്ദേഹത്തിന്റെ. ദേശീയ ശരാശരി 79. അപ്പൊ അദ്ദേഹം 50-51 നിൽക്കുന്നത്. ചർച്ചകളിൽ പങ്കെടുത്തത് 8 ചർച്ചകളില്. ദേശീയ ശരാശരി 46.7. ചോദ്യങ്ങൾ ചോദിച്ചത് 99. ദേശീയ ശരാശരി 210 എന്ന് പറയുമ്പോൾ ആവറേജ് താഴെ ഒരു MP ആയിരുന്നു അദ്ദേഹം. വയനാടിനെ പറ്റിയോ കേരളത്തിനെ പറ്റിയോ എന്തെങ്കിലും അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചതായിട്ട് താങ്കൾക്കോ നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമോ റിപ്പോർട്ട് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത്തരം ഒരു പൂവർ പെർഫോമൻസ് ഉള്ള ഒരാളെ കേവലം ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഇവിടെ നിർത്തി ജയിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പെങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ് ഈ പെങ്ങൾ വടക്കേ ഇന്ത്യ നിൽക്കാത്തത്? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതാക്കൾ വടക്കേ ഇന്ത്യ നിൽക്കാത്തത്? അവിടെ നിന്നാൽ 8 നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പായിട്ടും അറിയാം. ഇത്തവണയൊക്കെ ജയിച്ചില്ലേ? റായ്ബറേലിയിലും അമേഠിയിലും എല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചു. റായ്ബറയിലും അമേഠിയിലും നമ്മുടെ അഖിലേഷ് യാദവിന്റെ തോളിൽ ഇരുന്നുകൊണ്ട് ജയിച്ചു. അവിടെ ഈ രാജ്യത്ത് അവർക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? 21.96% വോട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. 21.16% വോട്ട്. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 18% മതവിഭാഗമുണ്ട്. അവരുടെ വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് വോട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ രാജ്യത്ത് ഇവരൊന്നും ആകാൻ പോകുന്നില്ല. ഇവർ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. നശിക്കാനുള്ള മരുന്ന് ഇവർ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അതെന്തും ആയിക്കോട്ടെ. പക്ഷെ കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു അപമാനമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും തിരിച്ചറിയണം. അവർ ജയിക്കും. 41% മുസ്ലിം വോട്ട് അവിടെ ഉണ്ട്. തുറന്നു പറയുകയാണ്, അവർ ജയിക്കും. ഉറപ്പായിട്ടും ജയിക്കും. വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നത് എരുമേലിയിൽ നിന്നാണ്. അൽത്താഫ്. ശ്രീ അൽത്താഫ്, എങ്ങനെ കാണുന്നു ഈ പ്രിയങ്ക ഗാന്ധിയുടെ വരവ്? അതൊരു കുടുംബാധിപത്യമാണ് എന്ന ആരോപണം എത്ര കണ്ട് ശരിയാണ്? അൽത്താഫിന് കേൾക്കാമോ? ഹലോ. പറയൂ ശ്രീ അൽത്താഫ്, എങ്ങനെ കാണുന്നു? വലിയ ആരോപണമാണ്, കുടുംബാധിപത്യത്തിന്റെ സൂചന എന്നൊക്കെയാണ് പ്രതിപക്ഷം പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ പറ്റി പറയുന്നത്. ശ്രീ അൽത്താഫ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇതിപ്പോ തെരഞ്ഞെടുപ്പാണല്ലോ വരാൻ പോകുന്നത്. വയനാട്ടിലെ ജനങ്ങൾ അത് പൂർണ്ണ തോതിൽ തന്നെ വിലയിരുത്തിയിട്ട് തന്നെ ആ വോട്ട് ചെയ്യുക. എന്റെ ഒരു കാഴ്ചപ്പാടില് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മുടെ BJP അധ്യക്ഷൻ ശ്രീമാൻ K. സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് മറ്റേ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് വന്ദ്രയെ കൊണ്ടുപോയി പാലക്കാട് നിർത്താണ്. ഇദ്ദേഹം എന്താണ് പറയുന്നതെന്നുള്ള അദ്ദേഹത്തിന് തന്നെ വലിയ നിശ്ചയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഒരു വാർഡ് മെമ്പറായിട്ട് പോലും ജയിക്കാത്ത ഒരാളാണ്. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ അദ്ദേഹം പോയി നിന്ന് അവിടെ പോയി വലിയ മുന്നേറ്റം നടത്തിയിട്ട് ഇപ്പം രാഹുൽ ഗാന്ധി തോറ്റ് തുന്നമ്പാടി ഇരിക്കുകയാണല്ലോ. റായ്ബറേലിയിൽ മാത്രമല്ലേ ജയിച്ചിട്ടുള്ളൂ. വയനാട്ടിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വയനാട്ടിൽ ഇപ്പോൾ ബൈ ഇലക്ഷൻ വന്നതിന് എന്തിനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. കാരണം രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ജയിച്ചെന്നും വയനാട് ഉപേക്ഷിക്കുന്നതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നെന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. വേറൊരു കാര്യം, ഇവിടെ IT സെല്ലിലുള്ള BJPയുടെ ഒരു വലിയൊരു നേതാവ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇവിടെ പ്രിയങ്ക ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്നും പേടിച്ചോടി ഇവിടെ എത്തുന്നു എന്നുള്ളത്. അങ്ങനെ പേടിച്ചോണ്ട കാര്യം പ്രിയങ്ക ഗാന്ധിക്ക് ഇല്ലല്ലോ. ഇവിടെ ആരുടെ ഭൂരിപക്ഷമാണ് കുറഞ്ഞത്? 5 ലക്ഷം 4 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷം ആയെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതൊക്കെ വെറുതെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാത്തവർക്ക് വായി തോന്നി എന്തും പറയാം. അങ്ങനെ പറഞ്ഞോട്ടെ എന്നുള്ളതിനപ്പുറം യാതൊന്നുമില്ല. വ്യക്തമാണ്. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയകുമാർ, ഈ
സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വയനാട്ടിൽ ഒരു രാഷ്ട്രീയ തർക്കം ഒഴിവാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. സീറ്റ് ആർക്ക് നൽകണമെന്നൊരു വിവാദം ഒഴിവാക്കാൻ കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ താൻ മണ്ഡലത്തെ ഉപേക്ഷിച്ചു എന്ന ഒരു ആരോപണം ഒഴിവാക്കാൻ കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി വരുന്നതിൻ്റെ ആവേശത്തിലാണ് കോൺഗ്രസ്. കേരളം എന്തു പ്രതീക്ഷിക്കണം ശ്രീ ജയകുമാർ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ പ്രിയങ്ക ഗാന്ധിയുടെ ജയിക്കുമെന്നുള്ളത് ഈ വിളിച്ച പ്രേക്ഷകർ അത്രയും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ കുടുംബക്കാരല്ല ഈ വോട്ട് ചെയ്യുന്നതൊക്കെ. ഈ വോട്ട് ചെയ്യുന്നതൊക്കെ അവിടുത്തെ ജനങ്ങളാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് 6,50,000 മുകളിൽ ആൾക്കാർ വോട്ട് ചെയ്ത എല്ലാം കോൺഗ്രസ്സുകാരല്ല, അവിടുത്തെ ജനങ്ങളാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്, അവിടുത്തെ ജനങ്ങളാണ്. അപ്പൊ അദ്ദേഹം എന്തെങ്കിലും നന്മയുള്ളവനാണെന്ന് കണ്ടിട്ടാണ് ഈ വോട്ട് ചെയ്യുന്നത്. പിന്നെ പ്രിയങ്കയെ കൊണ്ടുവരുന്ന പറഞ്ഞാൽ പ്രിയങ്കയ്ക്ക് നല്ലവണ്ണം രാഷ്ട്രീയം പഠിച്ച് പയറ്റി തെളിഞ്ഞവരാണ്. എല്ലാ സ്റ്റേറ്റിലും ഇതിന്റെ ചുമതല വഹിച്ചു നിന്ന് പ്രചരണം നടത്തിയ ഒരു വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി. പിന്നെ ഇവിടെ കേരളത്തിൽ ഇവിടെ വേറൊരു നേതാവിനെ കിട്ടാനില്ല എന്നുള്ള രീതിയിലല്ല അവരെ കൊണ്ടുവന്നത്. ഇവിടെ അടിയുണ്ടാവും എന്നുള്ള രീതിയിലല്ല. അങ്ങനെയാണെങ്കിൽ ആനി രാജേന്ദ്രനാണ് കൊണ്ടുവന്നത്. ഇവിടെ വേറെ ഇടതുപക്ഷത്തിന് നേതാക്കൾ ഇല്ലാത്തതുകൊണ്ടാണ്. കേരളത്തിലുള്ള ആർക്കും ഇങ്ങനെ ഒരു ബോധം വന്നില്ല. പുറത്തുനിന്ന് ചില ആളുകൾക്ക് മാത്രമേ ഈ ബോധം വന്നുള്ളൂ. എന്തായാലും സാറേ, ഏതായാലും സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. വളരെ നന്ദി ജയകുമാർ. ശ്രീ ജയകുമാർ നമ്മൾ വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഏതായാലും പ്രിയങ്ക ഗാന്ധി ഒരു രണ്ടാം ഇന്ദിരാഗാന്ധിയാകുമോ എന്ന ചോദ്യം വലിയ തോതിൽ ഉയരുന്നുണ്ട്. ഈ ചോദ്യം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലും യൂട്യൂബിലൂടെ അവതരിപ്പിച്ചു. രണ്ടാം ഇന്ദിരാഗാന്ധിയാകാൻ പ്രിയങ്ക ഗാന്ധിക്കാകുമോ എന്നായിരുന്നു ചോദ്യം. 62% ആളുകളും പ്രിയങ്ക ഗാന്ധിയെ അനുകൂലിക്കുന്നവരാണ്. അവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം 38% ആളുകൾ അത് അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.